വചനം കൊണ്ട് നിന്റെ പ്രാണനെ നിനക്ക് സൗഖ്യമാക്കുവാനും വചനം കൊണ്ട് നിന്റെ പ്രാണനിലെ ആ ധ്യാനം, ആ പ്രാണന്റെ ധ്യാനത്തെ വചനമാക്കി തീർക്കുവാനും കഴിയുമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം? ബോധപൂർവം വചനം കേൾക്കണം, വചനം കേൾക്കണം, വചനം കേൾക്കണം. വീട്ടിലായിരിക്കുമ്പോൾ വചനം കേൾക്കണം. ആമേൻ. നിങ്ങൾക്കുള്ള ആധുനികമാകുന്ന എക്യുപ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ, TV ആകട്ടെ അല്ലെങ്കിൽ ഓഡിയോ ആകട്ടെ, വചനം കേൾക്കണം. അടുക്കളയിലായിരിക്കുമ്പോൾ വചനം കേൾക്കണം, കാറിലായിരിക്കുമ്പോൾ വചനം കേൾക്കണം, വചനം കേൾക്കണം. ഏതൊക്കെ സ്പെഷ്യൽ മീറ്റിംഗ്സ് നടക്കുമോ, ദൈവവചനം അവിടെ പ്രഘോഷിക്കപ്പെടുന്നുവെങ്കിൽ വചനം കേൾക്കണം, 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 വചനം കേൾക്കണം. നീ കേൾക്കുവാൻ തുടങ്ങുമ്പോൾ അറിയാതെ നിനക്ക് ടേസ്റ്റ് ഉണ്ടാകും. നീ വായിക്കുവാൻ തുടങ്ങും. വായിക്കണം, വായിക്കണം, വചനം വായിക്കണം. പറയുക, വചനം വായിക്കണം, വചനം വായിക്കണം. നിന്നോട് തന്നെ പറ, വചനം വായിക്കണം, വചനം വായിക്കണം, വചനം വായിക്കണം, വചനം വായിക്കണം, വചനം വായിക്കണം, വചനം വായിക്കണം, വചനം വായിക്കണം. നീ അറിയാതെ വചനം വായിക്കുവാൻ തുടങ്ങും. വചനവുമായുള്ള ബന്ധമുള്ള പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങും. വചനവുമായി ബന്ധപ്പെട്ട മാസികകൾ വായിക്കുവാൻ തുടങ്ങും. വായിക്കും, 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 വായിക്കും. കേൾക്കുക, വായിക്കുക, കേൾക്കുക, വായിക്കുക, കേൾക്കുക, വായിക്കുക. അറിയാതെ നിന്റെ ചിന്ത ദൈവിക കാര്യങ്ങളായി തീരും. Glory, hallelujah, praise the Lord. ആമേൻ. അതും ഇതും ചിന്തിക്കാൻ നിനക്ക് സമയമില്ല. കാരണം മുഴുവൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, മുഴുവൻ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് വചനമാണ്, വചനമാണ്. ഇങ്ങനൊരു 10 വർഷം ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കിയേ. ആമേൻ, ഹല്ലേലൂയ. ജീവിതം ഗുണമുള്ളതായി തീരുകയാണ്. നിന്റെ പ്രാണൻ മാറിയിരിക്കുന്നു. വചനം നീ ഏറ്റുപറയുവാൻ തുടങ്ങുന്നു, വചനം നീ അനുസരിക്കുവാൻ തുടങ്ങുന്നു. ചിന്തകളിൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. ആമേൻ. ചിന്താ മണ്ഡലങ്ങളെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് തൊടുവാൻ പോകുകയാണ്. നിയന്ത്രണമില്ലാത്ത ചിന്താ മണ്ഡലങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് തകർക്കുവാൻ പോകുകയാണ്. ഏതെങ്കിലും കോട്ടകൾ ആരുടെയെങ്കിലും ഉള്ളിൽ നിയന്ത്രണം നടത്തുന്നുവെങ്കിൽ കോട്ടകളുടെ അവസാനത്തെ രാത്രിയാണ് ഇന്ന്. രാത്രി ആ കോട്ടകൾ ഇടിഞ്ഞിരിക്കും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ ഞെരുക്കുന്നത്, നിന്നെ പീഡിപ്പിക്കുന്നതുമാകുന്ന കോട്ടകൾ ഇടിഞ്ഞിരിക്കും. ഓ യെസ്. ചിന്താരീതിയിൽ മാറ്റം സംഭവിക്കുന്നു. ചിന്താരീതിയിൽ മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനിടവരും. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനിടവരും. മുന്നോട്ട് പോകട്ടെ. ചിന്താരീതി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സംസാര രീതി. ചിന്താരീതിയുടെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ സംസാര രീതിയെ നമുക്ക് ഏത് സാഹചര്യത്തിലും വേണമെങ്കിൽ നിയന്ത്രിക്കുവാൻ കഴിയും. സംസാര രീതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പീച്ച് പാറ്റേൺസ്. നിങ്ങൾ സദൃശ്യവാക്യം അതിന്റെ 21-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ സംസാരത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സദൃശ്യവാക്യങ്ങളിൽ ആദ്യമായിട്ട് അതിന്റെ 18-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുക. 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ആരുടെ അധികാരത്തിലാണ് മരണവും ജീവനും ഇരിക്കുന്നത്? മരണവും ജീവനും ഇരിക്കുന്നത് നാവിന്റെ അധികാരത്തിലാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണവും ജീവനും ഇരിക്കുന്നത് നാവിന്റെ അധികാരത്തിലാകുന്നു. പ്രൊവേർബ്സ് 21-23 പോകുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു, വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നോക്കുക, വളരെ കൃത്യമായി വ്യക്തമായി എഴുതിയിരിക്കുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. ആ അധരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അധരം നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു എന്നാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അധരവും നിഷേധാർത്ഥകമാകുന്ന പ്രസ്താവനകൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. പരാതി പറയുവാൻ വേണ്ടി ഈ അധരം ഉപയോഗിക്കരുത്. വിശ്വാസം പറയുവാൻ വേണ്ടി ഈ അധരം ഉപയോഗിക്കണം. വിജയം പറയുവാൻ വേണ്ടി മനഃപൂർവ്വമായി ഈ അധരം ഉപയോഗിക്കണം. പരാജയം പറയുവാൻ വേണ്ടി ഈ അധരം ഉപയോഗിക്കരുത്. നിങ്ങൾ സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ പോകുകയാണെങ്കിൽ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി പോയ 12 പേരുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ 12 പേരിൽ 10 പേര് വന്ന് പറയുന്നത്, അവിടെ അനാഖ്യ മല്ലന്മാരെ ഞങ്ങൾ കണ്ടു, ആ ദേശം നമുക്ക് കൈവശമാക്കുവാൻ സാധ്യമാകുകയില്ല. കാരണം അവിടെയുള്ള അനാഖ്യ മല്ലന്മാർ, അവരുടെ ഉയരം ആകാശത്തോളമാണ്. അവരുടെ ഉയരം അവരെ ഒരിക്കലും നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. അവർ നിഷേധാർത്ഥകമാകുന്ന പരാജയപൂരിതമാകുന്ന പ്രസ്താവന നടത്തി. അത് തന്നെ അവർ അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ നടുവിൽ 2 പേർ മാത്രമാണ്, കാലേബും യോശുവയും. അവർ പറഞ്ഞു, ആരൊക്കെ അവിടെ ഉണ്ടെങ്കിലും, അനാഖ്യ മല്ലന്മാരുണ്ടെങ്കിലും, ആരൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമുക്കത് പിടിച്ചെടുക്കുവാൻ കഴിയും. നമുക്കത് സാധ്യമാണ്.
നമുക്കത് കീഴ്പ്പെടുത്തുവാൻ കഴിയുമെന്ന് കാലേബും യോശുവയും പറഞ്ഞു. അതുതന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ആമേൻ. അധരത്തിൽ നിങ്ങളുടെ മുൻപിൽ ഏറ്റവും വലിയ പ്രതിസന്ധി വെളിപ്പെട്ടാലും നിങ്ങളുടെ അധരത്തിൽ നിഷേധാർത്ഥകമാകുന്ന ഒരു പ്രസ്താവന വരരുത്. ബോധപൂർവമായി സാക്ഷാത്തായ ഒരു പ്രസ്താവന നടത്തേണ്ടത് ആവശ്യമാണ്. സാഹചര്യങ്ങൾ മുഴുവനും നിഷേധാർത്ഥകമാകട്ടെ, സകലതും നിങ്ങൾക്കെതിരാകട്ടെ, എന്നാൽ നിങ്ങളുടെ വാ കൊണ്ട് സാഹചര്യങ്ങളെ നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയും. Praise the Lord. ആമേൻ. ദൈവിക പ്രവർത്തികൾക്ക് ദൈവിക കാര്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാരീരിക അവയവമാണ് വാ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വായെ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എങ്കിൽ, വിശ്വാസത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് എങ്കിൽ, ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് മറ്റ് ആർക്കും എന്തും സംഭവിക്കട്ടെ, ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് പുറത്തു വരുവാൻ കഴിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ആധരം കൊണ്ട് കുറ്റം പറയുവാൻ വേണ്ടി ആധരം ഉപയോഗിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറ്റം പറയുവാൻ തക്കവണ്ണമുള്ള പ്രേരണ പല സാഹചര്യങ്ങളിലും വരുമ്പോഴും മനഃപൂർവ്വം കുറ്റം പറയരുത്. ആമേൻ. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധരത്തിന് നമ്മൾ തന്നെ ഒരു അടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. കുറ്റം പറയരുത്. പാസ്റ്റേഴ്സിനെ കുറിച്ച് കുറ്റം പറയുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആമേൻ, മനുഷ്യരെല്ലാം തമ്മിൽ ഇപ്പൊ എന്നെ തന്നെ ഞാൻ ആരുടെ ചില ഇടങ്ങളിലൊക്കെ ചെല്ലുന്നുണ്ട്, ഒരു പാസ്റ്റർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ പാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കുറ്റം പറയുവാൻ തുടങ്ങും. ഞാൻ അതിനെ ബോധപൂർവ്വം മറ്റെന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കും. ചില സന്ദർഭങ്ങളിൽ മറ്റ് ദൈവിക കാര്യങ്ങൾ, മൂല്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതെ അതിനെ തള്ളി മാറ്റുവാൻ ഇടവരും. ഈ ലോകത്തിൽ നിനക്ക് വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം. കാരണം കുറ്റം പറയുവാനുള്ള സകല സാഹചര്യങ്ങളും നേതാക്കന്മാരിലുമുണ്ട്, പാസ്റ്റേഴ്സിലുമുണ്ട്, നിങ്ങളുടെ ഭാര്യയിലുമുണ്ട്, നിങ്ങളുടെ കുട്ടികളിലുമുണ്ട്, നിങ്ങളുടെ ഭർത്താവിലുമുണ്ട്. ജീവിതകാലം മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം. അത് നിങ്ങളെടുത്തു ആ തീരുമാനം. എന്നാൽ വിവേകമുള്ളവർ, ദൈവകൃപയുള്ളവർ അതിനു പകരമായിട്ട് ഈ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തെ സ്തുതിക്കുവാനും വേണ്ടി അവരുടെ അധരം ഉപയോഗിക്കുവാൻ ഇടവരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പലരും ഭക്ഷണമേശയിൽ ഇരിക്കുമ്പോഴാണ് കുറ്റം പറയുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറ്റം പറയരുത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണവും കുറ്റവും ഒരുമിച്ച് ഭക്ഷിക്കുകയാണ്. ദഹനക്കേടുണ്ടാകും. പലരുടെയും ശരീരത്തിലുള്ള രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഭക്ഷണമേശയിൽ ഇരുന്ന് കണ്ട ബന്ധുക്കളെ കുറിച്ചും അതും ഇതുമെല്ലാം കുറ്റം പറയുകയാണ്. ഒരിക്കലും ചെയ്യരുത്. ഭക്ഷണമേശ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണമേശ, നമുക്ക് തിരുവത്താഴ ശുശ്രൂഷയുണ്ടല്ലോ, അതിനാൽ അതും ഒരു അത്താഴ ശുശ്രൂഷയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണമേശകളും ഗൗരവമുള്ളതാണ്. ആ ഭക്ഷണമേശയിൽ ദൈവകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം. ഞാൻ വേറൊരു നിർദ്ദേശം പറയാ. നിങ്ങൾക്ക് ആ ഭക്ഷണമേശയിൽ ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ തമ്മിൽ ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോട് വാഗ്ദത്തങ്ങൾ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം. ഹല്ലേലൂയ. ആമേൻ. ആ വാഗ്ദത്തങ്ങൾ പറഞ്ഞുകൊണ്ട് ഭക്ഷണമേശയിൽ നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിന്റെ ശരീരത്തിന് പുഷ്ടിയും ലഭിക്കും. മാത്രമല്ല, നീ പറയുന്ന വാഗ്ദത്തങ്ങൾ, നീ പറയുന്ന ഏറ്റുപറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വേഗത്തിൽ സംഭവിക്കുവാൻ ഇടവരും. സ്തുതിക്കുവാൻ വേണ്ടി, കൂടുതൽ സ്തുതിക്കുവാൻ വേണ്ടി ബോധപൂർവം നിങ്ങളുടെ വായെ ഉപയോഗിക്കുക. അന്യഭാഷ പറയുവാൻ വേണ്ടി കൂടുതൽ നിങ്ങൾ വായെ ഉപയോഗിക്കുക. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ജീവിതത്തെ പരിശീലിപ്പിച്ചെടുക്കുവാൻ കഴിയും. ഞങ്ങൾ ബോധപൂർവം അങ്ങനെ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനാൽ ഭവനത്തിലായിരിക്കുമ്പോഴും എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. ആമേൻ. ചായക്ക് വേണ്ടി ഭാര്യയോട് പറയുമ്പോഴും ഒരു ചായ വേണം. ചിലപ്പോൾ ശിവ ചായമായിട്ട് വരും. ചായ റെഡി. ആമേൻ. ഇതിനിടയിൽ പരാതി പറയാൻ നമുക്ക് സമയം കിട്ടത്തില്ല. എടാ, അന്യഭാഷ പറയാൻ തന്നെ ഇവിടെ സമയം തികയാതിരിക്കുകയാണ്. പിന്നെ കുറ്റം പറയാൻ നിനക്ക് എവിടെയാ സമയം കിട്ടുന്നത്? പരാതി പറയാൻ നിനക്ക് എവിടെയാ സമയം കിട്ടുന്നത്? Praise the Lord. ഈ ആയുസ് മുഴുവൻ ദൈവത്തെ സ്തുതിച്ചാൽ നമുക്ക് തികഞ്ഞു പറ്റത്തില്ല. ആ റെവലേഷൻ നിനക്ക് കിട്ടുകയാണെങ്കിൽ നിന്റെ ആധരം പരമാവധി ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ പോകുകയാണ്. ഓ യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ നിങ്ങൾക്ക് ആ നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് വചനത്തിന്റെ ശക്തി പുറപ്പെടുവിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി നമ്മുടെ വായെ തീർക്കുവാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആദിയിൽ വചനം
വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയെങ്കിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു. സകലവും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും അവനെ കൂടാതെയല്ല ഉളവായത്. നോക്കുക, ഉളവായതൊന്നും അവനെ കൂടാതെയല്ല ഉളവായത്. ആരെ കൂടാതെയല്ല ഉളവായത്? വചനത്തെ കൂടാതെയല്ല ഉളവായത്. വചനം യേശു ക്രിസ്തുവാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ഭാഗത്ത് വചനം വചനമായിട്ട് തന്നെ നാം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഉളവായതൊന്നും അവനെ കൂടാതെയല്ല ഉളവായത്. ആരെ കൂടാതെയല്ല ഉളവായത്? വചനത്തെ കൂടാതെയല്ല ഉളവായത്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുക, സൂര്യന്റെ പിന്നിൽ ഒരു വചനമുണ്ട്, ചന്ദ്രന്റെ പിന്നിൽ ഒരു വചനമുണ്ട്, ഈ പ്രകൃതിയിൽ കാണുന്ന വൃക്ഷങ്ങളുടെ പിന്നിൽ, മൃഗങ്ങളുടെ പിന്നിൽ, അതിന്റെ പിന്നിൽ ഒരു വചനമുണ്ട്. ആ വചനമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും സൃഷ്ടിച്ചത്. ഉളവായതിന് എല്ലാം പിന്നിൽ ഒരു വചനമുണ്ട്. ഇപ്പോൾ ആ വചനം എവിടെയാണ്? നിങ്ങൾ ദൈവവചനം ശ്രദ്ധിച്ചു പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ വചനം നിങ്ങളുടെയും എന്റെയും വായിലാണ്. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, യേശുവിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കുമെന്ന് കരുതി ആര് സ്വർഗത്തിൽ കയറുമെന്നോ, യേശുവിനെ പാതാളത്തിൽ നിന്ന് കയറ്റുമെന്ന് കരുതി ആര് സ്വർഗത്തിൽ ആര് പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിങ്ങളുടെ ഹൃദയത്തിൽ പറയരുത്. പിന്നെ എന്ത്? വചനം നിങ്ങൾക്ക് സമീപമായും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ വായിലും ഇരിക്കുന്നു. വചനം എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ വായിലും. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ദൈവം ദൂരസ്ഥനായ ദൈവമല്ല. കേൾക്കുക, നമ്മുടെ ദൈവം ദൂരസ്ഥനായ ദൈവമല്ല, നമ്മുടെ ദൈവം സമീപസ്ഥനാകുന്ന ദൈവമാകുന്നു. ആമേൻ. നമ്മുടെ ദൈവത്തെ കാണുവാൻ വേണ്ടി പിൽഗ്രിമേജ് ആയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല, ഏതെങ്കിലും മലയിൽ കയറേണ്ട കാര്യമില്ല, ഇവിടെ നിന്ന് നടന്ന്, ഇവിടെ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് ദൂരെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം സമീപസ്ഥനാകുന്ന ദൈവമാകുന്നു. നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ദൂരം എന്താണെന്നറിയാമോ? നീയും നിന്റെ വായും തമ്മിലുള്ള ദൂരമാണ്. Praise the Lord. എൻ്റെ വൈഫിന്റെ പേര് ഷീബ എന്നാണ്. ഞാൻ ഇവിടെ ഒന്നുകൊണ്ട് ഷീബ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോഴഞ്ചേരിയിലായിരിക്കുന്ന ഷീബയ്ക്ക് ഇവിടെ വരുവാൻ കഴിയുകയില്ല. മറിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് യേശു എന്ന് വിളിച്ചാൽ യേശു എൻ്റെ അരികിലുണ്ട്, യേശു അവിടെയുണ്ട്. ആമേൻ. നിന്റെ അധരവും നീയും തമ്മിലുള്ള ദൂരമാണ്, നീയും നിന്റെ കർത്താവും തമ്മിലുള്ള ദൂരം. ആമേൻ. അത്ര ഗൗരവമേറിയതാകുന്നു വചനം. ഈ വചനം നിന്റെ ആ വായിലൂടെ പുറപ്പെടുവാനിട വരും. ആ വചനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുകൊണ്ട്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പോവുകയാണെങ്കിൽ ദൈവം സ്പീച്ച്, ആദ്യത്തെ സംസാരം നടത്തിയത് ദൈവമാണ്. ആദ്യത്തെ സ്പീച്ച് നടത്തിയത്. ആദ്യത്തെ സ്പീച്ച് ദൈവം നടത്തിയത് ആശയവിനിമയത്തിന് വേണ്ടിയല്ല, കോൺവെർസേഷന് വേണ്ടി അല്ല. അവിടെ 1-ാമത്തെ അധ്യായത്തിൽ ദൈവം ആരോടാ സംസാരിക്കുന്നത്? ദൈവത്തിന് അവിടെ ബന്ധുക്കളോ സ്വന്തക്കാരോ പ്രിയപ്പെട്ടവരോ ഒന്നുമില്ല. ദൈവം ആരോടുമല്ല സംസാരിക്കുന്നത്. അപ്പോൾ ഈ സ്പീച്ചിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ആശയവിനിമയമല്ല. ആശയവിനിമയത്തിന് വേണ്ടി നമുക്ക് സ്പീച്ച് ഉപയോഗിക്കുവാൻ കഴിയും, പക്ഷേ സ്പീച്ചിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ജെനസിസ് 1-ൽ കാണുന്ന സൃഷ്ടിപ്പാണ്. ദൈവം എന്തിനാണ് ആദ്യമായി സംസാരിച്ചത്? ദൈവം ആദ്യമായി സംസാരിച്ചത് ആശയവിനിമയത്തിന് വേണ്ടിയല്ല. ദൈവം ആദ്യമായി സംസാരിച്ചത് വെളിച്ചം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് അവൻ അവന്റെ അധരത്തെ തുറന്നത്. ഇന്നത്തെ സമയത്ത് നമുക്ക് ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതൊരു സെക്കൻഡറി പർപ്പസ് മാത്രമാണ്. പ്രൈമറി പർപ്പസ് എന്താണ്? ഒന്നാമത്തെ പർപ്പസ് എന്താണ്? ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് സൃഷ്ടിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നിന്റെ മുൻപിൽ ചില പ്രതിസന്ധികൾ, ഏതെങ്കിലും ഒരു സംഘർഷങ്ങൾ നീ നേരിടുകയാണെങ്കിൽ ആ സംഘർഷങ്ങളെ തകർക്കുവാനുള്ള ശക്തി നിന്റെ അധരത്തിലുണ്ട്. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. ഇല്ലായ്മകളുടെ നടുവിലാകുന്നുവെങ്കിൽ നിന്റെ ആധരം കൊണ്ട് നിനക്ക് സൃഷ്ടിക്കുവാൻ കഴിയുന്ന റീമകളെ നിന്റെ ആധരത്തിലൂടെ നിനക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും. നിങ്ങൾ ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിൽ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ റീമകൾ നിങ്ങളുടെ വായിലൂടെ പുറപ്പെടുവാൻ ഇടവരും. റീമ എന്ന് പറയുന്നത് കർത്താവിന്റെ സംസാരിക്കുന്ന വചനം, അഥവാ ഇപ്പോൾ കർത്താവ് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. റീമകൾ നമ്മുടെ തലച്ചോറിലുള്ള വചനമല്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന റീമകളുണ്ട്. ആ റീമകൾക്കാണ് ക്രിയേറ്റീവ് പവർ ഉള്ളത്. ആമേൻ. ആത്മാവിൽ നിങ്ങളായിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സംഘർഷത്തിന്റെ നടുവിലാകുമ്പോൾ നിങ്ങളുടെ ആധരത്തിലൂടെ റീമ പുറപ്പെടുവാനിട വരും. റീമ പുറപ്പെടുവിച്ച ദൈവദാസന്മാരെ കുറിച്ച് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നതായിരിക്കും. ആ റീമകൾ പുറപ്പെടുവിക്കുവാൻ പ്രാപ്തിയുള്ളതാണ് നിന്റെ അധരം. Praise the Lord. ജയിലിന്റെ വാതിലുകളെ തുറക്കുവാൻ പ്രാപ്തിയുള്ളതാണ് നിന്റെ അധരം. ആമേൻ. ചങ്ങലകളെ പൊളിക്കുവാൻ പ്രാപ്തിയുള്ളതാണ് നിന്റെ അധരം. യെസ്, പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും ഏതെങ്കിലും ശൂന്യതകൾ ഉണ്ടെങ്കിൽ, വീടില്ല എന്നുണ്ടെങ്കിൽ വീടുകളെ ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ് റീമകൾ എന്ന് പറയുന്നത്.
നിന്റെ ആധരത്തിൽ നിന്ന് പുറപ്പെടുന്ന റീമകൾ സൃഷ്ടിക്കുന്ന റീമകളാണ്, മടക്കിക്കൊണ്ടുവരുന്ന റീമകളാണ്. ഒരു ദിവസം ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മംഗലാപുരത്തു നിന്നൊരു സഹോദരി ഫോണിൽ എന്നെ വിളിക്കുവാനിട. അമ്മയാണ്, കരയുകയാണ്, നിലവിളിച്ച് കരയുകയാണ്. അമ്മ പറഞ്ഞു, 15 ദിവസമായി പാസ്റ്റർ എൻ്റെ മകൻ വീട് വിട്ടുപോയി, അവനെ കാണുന്നില്ല. ഇപ്പൊ വീട് വിട്ടുപോകുന്നു കുട്ടികൾ. ആ നിലയിലുള്ള സംഘർഷങ്ങൾ ആ ഭവനം നേരിടുകയാണ്. വീട് വിട്ടുപോയി, അവനെ കാണുന്നില്ല. ഞങ്ങൾ കർണാടക മുഴുവൻ നോക്കി, കേരളത്തിൽ ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ അന്വേഷിച്ചു, കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അമ്മ കരയുകയാണ്, നിലവിളിച്ച് കരയുകയാണ്. അപ്പോൾ പ്രാർത്ഥനയിലായിരുന്നു. അമ്മയുമായിട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ 15 ദിവസമായി വീട് വിട്ടുപോയ മകനാണ്. പെട്ടെന്ന് എനിക്കറിയാം, ആത്മാവിൽ എന്തോന്ന് പൊങ്ങി വരുന്നു എനിക്ക് മനസ്സിലായി. ഞാൻ വായങ്ങ് തുറന്നു കൊടുത്തു. തുറന്നു കൊടുത്തപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, അമ്മ 15 ദിവസമായി അവൻ വീട് വിട്ടുപോയതല്ലേ, നാളെ 5 മണിക്ക് മുന്നമേ അവൻ നിങ്ങളെ ഫോണിൽ വിളിക്കും, അതിനടുത്ത ദിവസം അവൻ വീട്ടിലേക്ക് മടങ്ങി വരും. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ എന്താ പറഞ്ഞത് എന്ന്. 15 ദിവസമായി വീട്ടിലില്ലാത്ത മോനാണ്. പക്ഷേ അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമായി ആ പ്രഭാതത്തിൽ അമ്മ വിളിച്ചു, നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിളിച്ചു, പാസ്റ്റർ പറഞ്ഞതുപോലെ സംഭവിച്ചു, ഇന്നലെ 5 മണിക്ക് മുന്നമേ അവൻ ഫോൺ ചെയ്തു. 15 ദിവസമായി വീട്ടിൽ വരാത്ത മോനാണ്. വിളിച്ചു പറഞ്ഞു, അമ്മ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. സ്വിച്ച് ഓഫ് ആയി കിടന്ന ഫോൺ, എത്രയോ ദിവസമായി സ്വിച്ച് ഓഫ് ആയി കിടന്ന ഫോൺ, ആ ഫോൺ അമ്മയോട് അവൻ മറുപടി പറയുകയാണ്, അമ്മ ഞാൻ വരുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നീ പുറപ്പെടുവിക്കുന്ന വചനത്തിന്, നീ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയും. ഇതാണ് ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറയുന്നത്. ഒരു അസാധാരണമാകുന്ന സാധ്യതയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയും. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഈ മതിലുകൾക്ക് ഈ ശബ്ദത്തെ തടയുവാൻ കഴിയത്തില്ല. ഇവിടെ നീ ഇപ്പോൾ സംസാരിക്കുന്ന ശബ്ദത്തിന് ഈ മതിലുകളെയൊക്കെ കടന്നങ്ങ് സ്വർഗം വരെ പോകുവാൻ കഴിയും. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയും. ഓ ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് നീ ഇപ്പോൾ പറയുന്ന വാക്കുകൾക്ക് നിന്റെ മകൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ചെന്ന് അവന്റെ മേൽ വിടുതലായി വെളിപ്പെടും. ടെറിറ്റോറിയൽ ജിയോഗ്രഫിക്കൽ ആകുന്ന ലിമിറ്റേഷൻസിന് നിന്റെ ശബ്ദത്തെ തടയുവാൻ കഴിയത്തില്ല. വിസ ഇല്ലാത്തത് കൊണ്ട് നിനക്ക് അമേരിക്കയിൽ പോകുവാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷെങ്കിൽ ഇവിടെ ഇരുന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വചനത്തിന് അമേരിക്കയിൽ എത്തിച്ചേരുവാൻ കഴിയും. ഈ വചനം ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസിന് ഈ വചനത്തെ തടയുവാൻ കഴിയത്തില്ല, നിന്റെ ശബ്ദത്തെ തടയാൻ കഴിയത്തില്ല. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ടൈം ബാരിയർ ഇല്ല ശബ്ദത്തിന് ജനറേഷൻസിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. യെസ്, ഇപ്പോൾ നീ പറയുന്ന ഒരു വചനത്തിന് വേണമെങ്കിൽ നിന്റെ അടുത്ത 10 തലമുറകളിലേക്ക് യാത്ര ചെയ്യാം. അതുകൊണ്ട് കുട്ടികളെ നോക്കി നീ ബോധപൂർവം ചിലത് പറഞ്ഞു, നിന്റെ അടുത്ത തലമുറകളിലേക്ക് നീ പറയുന്ന വചനങ്ങൾ സഞ്ചരിക്കുവാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് സംസാരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പത്രോസ് സംസാരിക്കുവാൻ ഇടയായി, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ളത്. അത് ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ആ വചനം ഇവിടെയുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ മോഡേൺ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, ഈ മൊബൈൽ ഫോൺസ് പോലെയുള്ളത്, ഇതിനൊന്നും വയറോ കമ്പിയോ ഒന്നുമില്ല. ഇത് അന്തരീക്ഷത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ പറയുന്നു അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചൊരു ടവറിൽ ചെന്ന് ടവർ വഴിയായിട്ട് അമേരിക്കയിൽ ചെല്ലുന്നു, അവിടെയും ചെന്നതിന് ശേഷം ടവറിൽ നിന്ന് ചാടിയിട്ട് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് ഇത് ആ എക്യുപ്മെന്റിൽ ചെല്ലുന്നത്. ഇതേപോലെ SMS ഉണ്ട്. SMS അയക്കുന്നു. നിങ്ങളൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു. ആ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ അയക്കുന്ന ആ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച സന്ദർഭത്തിൽ റിസീവ് ചെയ്യേണ്ട എക്യുപ്മെന്റ് സ്വിച്ച് ഓഫ് ആയിരുന്നു. സ്വിച്ച് ഓഫ് ആകുന്നുവെങ്കിൽ ഈ SMS എന്ത് ചെയ്യും? SMS അങ്ങ് പോവുകയില്ല. SMS തിരിച്ച് ഈ എക്യുപ്മെന്റിലേക്ക് മടങ്ങി വരികയില്ല. SMS ഇങ്ങനെ മുട്ടി നിൽക്കും. ആ SMSന് അറിയാം ഒരു സമയത്ത് നീ സ്വിച്ച് ഓൺ ആകും. സ്വിച്ച് ഓൺ ആകുമ്പോൾ ഞാൻ ചാടി നിന്റെ അകത്ത് കയറും. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു സംഭവം ഉണ്ടായി. എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് എന്നോട് ബ്രദർ, ഞാൻ അവിടെ സിംഗപ്പൂരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബ്രദർ എനിക്കൊരു SMS അയച്ചിരുന്നു. എൻ്റെ എക്യുപ്മെന്റിൽ വന്നില്ല. എന്നാൽ ഞാൻ അവിടെ സിംഗപ്പൂരിൽ ചെന്നപ്പോൾ എൻ്റെ ഫോൺ ഒന്ന് ഓൺ ചെയ്തപ്പോൾ അവിടെ ചാടിക്കയറി. 4 ദിവസം മുൻപ് അയച്ച SMS ചാടിക്കയറുവാൻ ഇടയായി. 2000 വർഷം മുൻപ് പത്രോസ് അയച്ച SMS നിന്റെ എക്യുപ്മെന്റിനകത്ത് സ്വിച്ച് ഓൺ ആണെന്നുണ്ടെങ്കിൽ നിന്റെ എക്യുപ്മെന്റിനകത്ത് ചാടിക്കയറാൻ പോകെ. സ്വിച്ച് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് നിന്റെ അകത്ത് കയറാൻ പോകുകയാണ്. സ്വിച്ച് ഓഫ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ അത് ഇപ്പോഴും നിന്റെ അരികിലുണ്ട്. സ്വിച്ച് ഓൺ ആകുന്ന നിമിഷത്തിൽ നീ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ പോകുകയാണ്. ഇത്ര വലിയ ഒരു കാര്യം നിന്റെ ആധരത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നതിനാൽ വാ തുറന്നു പറഞ്ഞു.
വിശ്വാസം പറഞ്ഞു. നഷ്ടമൊന്നുമില്ലല്ലോ. ആമേൻ. കാശാർക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ആർക്കും ചിലവിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നന്മയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങ്, വിടുതലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങ്, സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങ്. ശരീരത്തിൽ ഒരൊറ്റ രോഗശക്തിക്കും പ്രവേശനമില്ല എന്ന് അധരം തുറന്ന് പറഞ്ഞു തുടങ്ങ്. നിന്റെ അധരത്തിലൂടെ സൃഷ്ടിക്കുന്ന വചനങ്ങൾ പുറപ്പെടട്ടെ. ആ രാജകൽപ്പന ബലമുള്ളത് എന്നതിന്റെ ഒരു തെളിവ് നിങ്ങൾക്ക് എസ്തേറിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തില് ഹാമാനെ രാജാവ് ശിക്ഷയ്ക്ക് വിധിക്കുന്ന സന്ദർഭത്തിൽ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ രസകരമാണത് കാണുവാൻ. ആ ഭാഗം നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നും. 7-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഹാമാൻ വീണ് കിടന്നിരുന്നു. അന്നേരം രാജാവ്, ഇവൻ എന്റെ മുമ്പാകെ അരമനയിൽ വെച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു, വാ തുറന്നു പറഞ്ഞു. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. ഈ വാക്ക് രാജാവിന്റെ വായിൽ നിന്ന് വീണ ഉടനെ, അധികാരമുള്ളവന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വീണ ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. പ്രൈസ് ദി ലോർഡ്. എത്ര രാജാക്കന്മാർ ഇതിന്റെ നടുവിലുണ്ട്. പുതിയ നിയമ ശുശ്രൂഷ ചെയ്യുന്ന എത്ര രാജാക്കന്മാർ ഇതിന്റെ നടുവിലുണ്ട്. നിന്റെ വായിൽ നിന്നൊരു വചനം വീണ ഉടനെ രാജാവ് അവിടെ എഴുതി 3 പേജ് എഴുതിയ ഒരു പ്രത്യേക മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ട കാര്യമില്ല ഹാമാന്റെ മുഖം മൂടുവാൻ വേണ്ടി. രാജാവിന് അവിടെ പോയി തന്റെ കമ്മിറ്റിക്കാരുമായിട്ട് ആലോചന നടത്തിയതിനു ശേഷം ഒരു തീസിസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഹാമാനെ തട്ടുവാൻ വേണ്ടി. രാജാവ് ഒറ്റ കാര്യം ചെയ്താൽ മതി, വാ തുറന്ന് അവന്റെ വായിൽ നിന്നൊരു വാക്ക് താഴോട്ട് വീണാൽ മതി. ഓ യെസ്, അധികാരമുള്ളവന്റെ അധരത്തിൽ നിന്ന്, ഓ യെസ്, വിശ്വാസത്തിന്റെ ഒരു വാക്ക് വീണാൽ മതി. അഭിഷേകമുള്ളവർ, ആമേൻ, അധികാരമുള്ളവർ, ദൈവിക ശുശ്രൂഷയിലായിരുന്ന അഭിഷക്തന്മാർ ഇത് ചെയ്തിട്ടുണ്ട്. എത്രയെത്ര ഉദാഹരണങ്ങൾ. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ദൈവരാജ്യ സംബന്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ ഇടയിൽ വരുന്ന തടസ്സങ്ങൾ, ആ തടസ്സങ്ങളെ അല്പം മാറ്റി നിർത്തിയതിനു ശേഷം ദൈവകാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി അധരത്തിൽ നിന്ന് വചനം പുറപ്പെടുവിച്ച അഭിഷക്തന്മാർ. യോശുവയെ ശ്രദ്ധിക്കുക. യോശുവ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമോനിയർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ അങ്ങ് അസ്തമിക്കാൻ തീരുമാനിച്ചു. സമയമാറായി, സൂര്യൻ അസ്തമിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവകാര്യ സംബന്ധമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ അസ്തമിക്കാൻ നിന്നോടാര് പറഞ്ഞു? അതുകൊണ്ടാണ് യോശുവ വാ തുറന്നിട്ട് പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയലോൻ താഴ്വരയിലും നിൽക്ക. പ്രൈസ് ദി ലോർഡ്. എടാ മോനെ, നീ അവിടെ നിൽക്ക്, ഞാൻ യുദ്ധം ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നീ അസ്തമിച്ചാൽ മതി എന്ന്. ഓ, അധികാരമുള്ളവന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയേറിയ വചനം നിന്റെ ചിന്താ മണ്ഡലം നിന്നോട് വിരോധമായി നിൽക്കുന്ന സന്ദർഭത്തിൽ നീ നിന്റെ സ്വയത്തോട്, നിന്റെ ഈഗോയോട്, നിന്റെ ചിന്തയോട് നീ പറയണം, എന്താ നീ ചിന്തിക്കാൻ പോകുന്നത്? നീ അവിടെ നിൽക്ക. ദൈവകാര്യ സംബന്ധമായിട്ട് കർത്താവിൽ പുരോഗമിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുമ്പോൾ ചിന്താമണ്ഡലത്തിൽ നീ കോട്ട കെട്ടുവാൻ വേണ്ടി ശ്രമിക്കുകയാണോ? നിന്നെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം എന്റെ അധരത്തിലുണ്ട്. ആമീൻ. സംഖ്യ 27 നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പാറയെ ഒരിക്കൽ മോശ അടിച്ചിട്ടുണ്ട്, എന്നാൽ തകർക്കപ്പെട്ടു പാറ. തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ അടിക്കേണ്ട കാര്യമില്ല, കൽപ്പിച്ചാൽ മതി. ആ ക്രൂശിൽ കർത്താവ് തകർക്കപ്പെട്ടിരിക്കുന്നതിനാൽ നീ നെഞ്ചത്തടിക്കേണ്ട കാര്യമില്ല, നീ നിന്റെ സിറ്റുവേഷൻസിനെതിരെ അടിക്കേണ്ട കാര്യമില്ല, പറഞ്ഞാൽ മതി. മോശയോട് കൽപ്പിക്കുവാനാണ് പറഞ്ഞത്. വെള്ളം പുറപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകട്ടെ. ഓ യെസ്, ഈ ദേശത്ത് പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകട്ടെ. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടട്ടെ. അഭിഷേകമുള്ളവൻ അധരം തുറന്ന് കൽപ്പിക്കുക. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, അഡ്രസ് ഇല്ലാത്ത തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനാകുന്ന ഏലിയാവ് വരികയാണ്. വീട്ടുപേരില്ല, പക്ഷെ അദ്ദേഹം നേരെ വന്നതിന് ശേഷം അവിടെയുള്ള സാധാരണ ക്ലർക്കിനെയോ അവിടെയുള്ള അസിസ്റ്റന്റ് കമ്മീഷണറെയോ ഒന്നും അല്ല കണ്ടത്. നേരെ രാജാവിനെ പോയിട്ട് കണ്ടു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഇവിടെ പെയ്യുകയില്ല. തീരുമാനിക്കുവാൻ പ്രാപ്തിയുള്ള അധികാരം ആ അഭിഷക്തന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. Yes, praise the Lord. Hallelujah. നിന്റെ ദേശത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. നിന്റെ രാജ്യത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. നിന്റെ അധരത്തിൽ കർത്താവ് അതിനുള്ള അധികാരം നൽകി തരുന്നു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ നിന്റെ ഭവനത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല.
മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ശതാധിപന്റെ ഭവനത്തിലേക്ക്, സെന്റൂറിയന്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുകയാണ്. അവന്റെ ദാസനെ സൗഖ്യമാക്കുവാൻ വേണ്ടി പെട്ടെന്ന് സെന്റൂറിയൻ ആളിനെ അയക്കുകയാണ്. നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഞാനും അധികാരത്തിന്റെ കീഴിലുള്ളവനാണ്. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ ദാസന്മാർ പോകുന്നു വരുന്നു. അതേപോലെ നീ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ദാസൻ സൗഖ്യമാകും. Praise the Lord. ഇന്നിവിടെ പുറപ്പെട്ടിരിക്കുന്ന വചനം നിന്റെ അസ്ഥികളിൽ സൗഖ്യം തരുവാൻ പോകുകയാ. ആ സെന്റൂറിയന് വിശ്വസിക്കുവാൻ കഴിയുമെന്നെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ഈ വചനം നിന്റെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ പോകുകയാണ്. നിന്റെ ഭവനാന്തരീക്ഷത്തെ ഈ വചനം സൗഖ്യമാക്കുവാൻ പോകുകയാണ്. ഓ യെസ്, ഹല്ലേലൂയ. നിന്റെ ജോലിയിൽ മാറ്റം സംഭവിക്കുവാൻ പോകുകയാണ്. നിന്റെ ഫൈനാൻസിൽ മാറ്റം സംഭവിക്കുവാൻ പോകുകയാണ്. ഓ, ഈ വചനത്തിന്റെ ശക്തി നീ പുറപ്പെടുവിക്ക്. നിന്റെ ആധാരത്തിൽ ഈ വചനത്തിന്റെ ശക്തി പുറപ്പെടുവാൻ വരട്ടെ. അവിടുത്തെ അസാധാരണ ശക്തിയുടെ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലത്തോടെ, ശക്തിയോടെ ബലപ്പെടേണ്ടതിന് എത്ര പേർ ആഗ്രഹിക്കുന്നു അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്ന്? ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം?